ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് പുരുഷൻ ഒരിക്കലും പറയില്ലാത്തതും അഥവാ പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ക്രഷാണ്. ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പുരുഷന് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ കണ്ട് ക്രഷ് അടിക്കുകയാണ് എങ്കിൽ ആ ഒരു പുരുഷൻ ഒരിക്കലും ഈ ഒരു കാര്യം താൻ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയോട് പറയത്തില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് അതൊരിക്കലും സഹിക്കാനും പറ്റത്തില്ല. അതുമാത്രമല്ല, പിന്നീട് എപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിൽ എന്നും വഴക്ക് തന്നെയായിരിക്കും. നല്ല സ്നേഹത്തിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് തകരാൻ ഈ ഒരു കാര്യം മാത്രം മതി. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ പകുതി പേരും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലായതിനു ശേഷം വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ കണ്ട് ഒന്ന് ക്രഷൊക്കെ അടിക്കുകയാണ് എങ്കിൽ ഒരിക്കലും ഈ ഒരു കാര്യം താൻ ഇപ്പോൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയോട് പറയത്തേ ഇല്ല. അവരത് മറച്ചു വെക്കത്തേ ഉള്ളൂ. പിന്നെ ആത്മാർത്ഥമായിട്ടാണ് രണ്ടുപേരും സ്നേഹിക്കുന്നത് എങ്കിൽ ആർക്കും ആരോടും ഒരു ക്രഷും തോന്നത്തില്ല. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വിഷമമാണ്. നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ച് മനസ്സറിഞ്ഞ് ജീവിക്കുന്ന രണ്ടുപേര്. ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു പുരുഷന് എന്തെങ്കിലും ഒരു വിഷമം വരികയാണ് എങ്കിൽ അവനത് ഒരിക്കലും അവളോട് ഷെയർ ചെയ്യത്തില്ല. കാരണം അവൻ ഈ ഒരു കാര്യം ആ ഒരു പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവൾക്കും വിഷമമാകും. അതുകൊണ്ട് തന്നെ പുരുഷനായിട്ട് തന്നെ ഈ ഒരു കാര്യം മാനേജ് ചെയ്തു പോകത്തേ ഉള്ളൂ. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സ്ത്രീകൾ. അവൾക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ട് എങ്കിൽ അത് എന്താണെങ്കിലും ആദ്യം തന്നെ പറയുക അവനോടായിരിക്കും. എന്നാൽ ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ വിഷമം തോന്നിയിട്ടുണ്ട് എങ്കിൽ അത് മനസ്സിൽ കൊണ്ട് നടക്കത്തേ ഉള്ളൂ. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് പണം അല്ലെങ്കിൽ സാമ്പത്തികമാണ്. ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. എന്നാൽ ഓവറായിട്ട് കടം ഒക്കെ വരികയാണ് എങ്കിൽ ഈ ഒരു പുരുഷൻ ഒരിക്കലും തൻ്റെ ബുദ്ധിമുട്ടുകൾ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് പറയത്തില്ല. അതിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ തന്നെയും മാക്സിമം അവനെ കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അവരത് ഉള്ളിൽ കൊണ്ട് നടക്കത്തേ ഉള്ളൂ. വെറുതെ താൻ കാരണം താൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടി കൂടി വിഷമിക്കേണ്ട. അതുകൊണ്ട് തന്നെ വിഷമങ്ങളൊക്കെ ഒരു പരിധി വരെ അവൻ ഉള്ളിൽ കൊണ്ട് നടക്കത്തേ ഉള്ളൂ. പിന്നെ നിങ്ങൾ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വേണം ഇതൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പരസ്പരം സ്നേഹിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ ഫേസ് ഒന്ന് വാടിയാൽ അല്ലെങ്കിൽ മുഖമൊന്ന് മാറിയാൽ തന്നെ നിങ്ങൾക്കത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പുരുഷന് അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ വേണം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരായിട്ട് നിങ്ങൾ കൂടി വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും നിങ്ങളോട് പറയത്തില്ല. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ടെൻഷനാണ്. ജീവിതത്തിൽ ടെൻഷനും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി സ്ത്രീകളുടെ കേസിലാണെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ടെൻഷൻ വന്നാൽ ആദ്യം തന്നെ ഓടിപ്പോയി ഈ ഒരു പുരുഷനോടായിരിക്കും ഇതൊക്കെ ഷെയർ ചെയ്യുക. എന്നാൽ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തൻ്റെ ടെൻഷനും കൂടി ഓർത്ത് വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുരുഷന്മാർ ആരും തന്നെ ഈ ടെൻഷനൊന്നും അവളോട് ഓപ്പണായിട്ട് പറയത്തില്ല. അവരായിട്ട് അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ ഇല്ലാതാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവരായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ച് ചെയ്യത്തേ ഉള്ളൂ. വെറുതെ തന്നെ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ മനസ്സ് വേദനിക്കണ്ടല്ലോ എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു പുരുഷൻ ഈ കാര്യങ്ങളൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യില്ലാത്തത്. എന്നാൽ നിങ്ങളായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിനുള്ളൊരു പ്രോപ്പർ സൊല്യൂഷനൊക്കെ കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ല രീതിക്ക് മുമ്പോട്ട് പോകും. അപ്പോൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് പുരുഷൻ പറയില്ലാത്തതും അഥവാ പറഞ്ഞാൽ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള 4 കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.